എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഡിംബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചർച്ച ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം ഇറങ്ങിയ 4 സൂപ്പർ സ്റ്റാർ സിനിമകൾ. 4 സൂപ്പർ ഡയറക്ടേഴ്സാണ് ഡയറക്റ്റ് ചെയ്തത്. 4 അടപടലം പൊട്ടി. എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. ആ 4 സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഗോവ, മാനാട്, ചെന്നൈ 6,24,000 എന്നിങ്ങനെ തമിഴിലെ ഒട്ടുമിക്ക ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററൊക്കെ ചെയ്ത വെങ്കട് പ്രഭുവിൻ്റെ ദ ഗോട്ട് തളപതി വിജയ് അഭിനയിച്ച ചിത്രം. അപ്പോൾ ഊഹിക്കാം ഈ ചിത്രം എത്രത്തോളം ഹൈപ്പിലാണ് വന്നതെന്നുള്ളത്. ഭയങ്കര വലിയ ഹൈപ്പായിരുന്നു സിനിമ ഇറങ്ങിയ സമയത്ത്. അങ്ങനെയാണ് മാങ്ങയാണ്, ചേങ്ങനെയാണ്, തേങ്ങയാണ്, മയിലാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പിൽ വന്നൊരു പടമാണ്. സംഭവിച്ചത് വേറൊന്നുമല്ല, വെങ്കട് പ്രഭു വിൽ സ്മിത്തിൻ്റെ ജെമിനി മാൻ എന്ന സിനിമ കണ്ടിട്ട് ഒരു പുകയൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്ക് തോന്നി തളപതി വിജയെ വെച്ച് ജെമിനി മാൻ പോലൊരു പടം ചെയ്യാമോ എന്നുള്ളൊരു ഐഡിയ. പക്ഷേ ജെമിനി മാൻ എന്തുകൊണ്ടും വേറിട്ട സിനിമയാണ്. ജെമിനി മാൻ ആരും അധികം കണ്ടിട്ടില്ല. ജെമിനി മാൻ ഒന്ന് കണ്ടു നോക്കണം, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ട്രെയിലറെങ്കിലും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോട്ട് എവിടെ നിന്ന് ഉദ്ഭവിച്ചുണ്ടായെന്നുള്ളത് മനസ്സിലാവും. ഗോട്ടിൻ്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെങ്കട് പ്രഭു വിൽ സ്മിത്തിൻ്റെ ജെമിനി മാൻ അനുകരിക്കാൻ നോക്കിയതാണ്. ലാസ്റ്റ് ജുമിനി മാൻ പോലെ ആയിപ്പോയി എന്ന് വേണം പറയാൻ. പടം അടാറ് പൊട്ടലായിരുന്നു, അടാറ് ഊക്കലുമായിരുന്നു. പോരാത്തതിന് വിജയെ DH ചെയ്ത് കാണിച്ച് ചളമാക്കി എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ ഇത്രയും കൂതറ VFX വേറൊരു പടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിലാക്കി. അടുത്തത് വേട്ടാവോളിയൻ, ഡയറക്റ്റഡ് ബൈ TG ജ്ഞാനവേൽ. ജയ്ബിം പോലൊരു നല്ല സിനിമയൊക്കെ എടുത്തൊരു ഡയറക്ടറാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടാ, രുഷ്നികന്തും ചളുവ ബച്ചൻ, ബോളിവുഡിലെ ചളുവ ബച്ചനും പിന്നെ നമ്മളെ മോളിവുഡിലെ ഷണ്ടിക്ക എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് 3 യൂണിവേഴ്സിലും ഹിറ്റ് അടിക്കാൻ നോക്കി. ലാസ്റ്റ് പാറ്റയ്ക്ക് അടിക്കണ ഹിറ്റും അടിച്ചിട്ട് തിരിച്ചു ഓടിയ അവസ്ഥയാണ് ഈ പടത്തിന്. പടത്തിൽ ആകെ കൊള്ളാമെന്നുള്ള ഒരൊറ്റ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സ്ഥിരം നമ്മൾ കേട്ട പല്ലവി തന്നെയാണ്, ജയിലറിലേക്ക് മ്യൂസിക് പോലെ തന്നെയാണ്. അതേ സ്റ്റൈലും അതേ രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് എല്ലാം വലിയ മാറ്റമൊന്നുമില്ല. പടം 250 കോടി ബഡ്ജറ്റിൽ എടുത്തെങ്കിലും പ്രൊഡ്യൂസർ ഇപ്പം 250 കോടിയുടെ പലിശ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അടുത്ത സിനിമ വേറൊന്നുമല്ല, ഇന്ത്യൻ 2 താത്ത വറാറേ, പത്തല കുണ്ടിയും പത്തല അണ്ടിയും പത്തല കുട്ടള വറാറേ, സുത്തള വറാറേ, നാ കമലഹാസൻ യൂണിവേഴ്സൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് വിക്രമിൽ വന്ന് പൊളിച്ചടുക്കിയിട്ട് പോയ ആളെ, ചുമ്മാ വീട്ടിൽ ഇരുന്ന ആളെ പിടിച്ചുകൊണ്ട് പോയി ഇന്ത്യൻ 2 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഡെഡ്ലിയർ എന്നൊക്കെ പറഞ്ഞ് ചുമപ്പിച്ചങ്ങ് കാണിച്ചിട്ട് സീരിയസ് ആയിട്ടുള്ള സംഭവം കാണിച്ചിട്ട് ലാസ്റ്റ് സിനിമ കൊണ്ടുവച്ച അമ്പഴങ്ങ കോമഡി ആയിരുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് വളിപോയെന്ന് വേണം പറയാൻ. മനുഷ്യൻ്റെ കുത്തുമ്പോൾ കുതിരയായിട്ട് പോകുന്നു, വളിയായിട്ട് പോകുന്നു, തീട്ടമായിട്ട് പോകുന്നു, അങ്ങനെ വെറും കാട്ടവരാതെ പടമായിട്ടാണ് ചെയ്തു വെച്ചിരുന്നത്. ഈ ശങ്കറിന് എന്ത് പറ്റിയെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. നല്ലൊരു ഡയറക്ടറായിരുന്നു, അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ല പേരേട്ട സിനിമ, ലെജൻഡറി മൂവീസാണ് പുള്ളിയുടെ എല്ലാം. എത്രയോ റിപ്പീറ്റായിട്ട് എത്രയോ ടൈം റിപ്പീറ്റ് വാച്ചബിളാണ് പുള്ളിയുടെ പടങ്ങളെല്ലാം. ശങ്കറിൻ്റെ പടം എന്ന് തന്നെ എപ്പോഴും രാജ്യസ്നേഹം, അവസാനം ഒരു ഇന്ത്യൻ കൊടിയൊക്കെ പറത്തി നമ്മളെ കൊണ്ട് കരയിപ്പിക്കും. ലാസ്റ്റ് പുള്ളി എങ്ങനെയും നമ്മളെ കരയിപ്പിച്ചെടുക്കും. ദേശസ്നേഹവും ആ ഒരു വികാരമൊക്കെ കാണിച്ച് നമ്മളങ്ങ് കരയിപ്പിച്ചെടുക്കും. അതാണ് ശങ്കറിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ പടം കണ്ട് ഞാൻ ഇരുന്ന് കരഞ്ഞുപോയി, ഇതെങ്ങനെയും ഒന്ന് തീർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്തോ അവസാനത്തെ ഒരു 5 മിനിറ്റ് ഒരു ഗ്ലിംസ് പോലെ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ കുറച്ച് ഗംഭീര സംഭവങ്ങൾ പുള്ളി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻ 3 എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ വേറെ ഒന്നുമല്ല, ഖങ്കുവാ. ഇതെന്തുവാ ഇത്, കാണുവാ, ഇതെന്തുവാടേ കാണിച്ചു വച്ചിരിക്കുന്നത്? ഈ സിരുത്തെ ശിവയ്ക്ക് കിളി വല്ലതും പോയാന്നാണ് ഞാൻ പറയുന്നത്. സിരുത്തെ ശിവയ്ക്ക് സംഭവിച്ച വേറൊന്നുമല്ല,
ഒരു ദിവസം പുള്ളി ലേസൊക്കെ തിന്നിങ്ങനെ ഇരുന്നപ്പോൾ അസാസിൻ ക്രീഡ് വാൽഹാലയിലെ ഗെയിം ഇരുന്നൊന്ന് കളിച്ചു നോക്കി. അങ്ങനെ ഗെയിം കണ്ടപ്പോൾ കൊള്ളാം. ബീക്കിംഗ് സ്റ്റോറി, കോസ്റ്റ്യൂം, വേൾഡ്, അവരുടെ വെപ്പൺസ്, ആക്ഷൻ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഗെയിം. അങ്ങനെ ഇപ്പോൾ പുള്ളിക്ക് അസാസിൻ ക്രീഡ് വാൽഹാലയെ പോലെ ഒരു തമിഴിലൊരു സിനിമ എങ്ങനെയും ചെയ്യണം. അതിനുവേണ്ടി ചെയ്തു വെച്ചൊരു കാട്ടവരാതെ VFXൽ പോലും യാതൊരു ക്വാളിറ്റി ഇല്ലാതെ നിസാരം ഒരു കാർ ഓട്ടിച്ച് പോകുന്ന സീന് പോലും VFX ചെയ്ത് വെച്ചെങ്കിൽ എത്രത്തോളം മോശമായിട്ടാണ് ആ പടം ചെയ്തതെന്നുള്ളത് അതിൻ്റെ ബിഹൈൻഡ് ദ സീന് കാണിക്കാതെ തന്നെ മനസ്സിലാവും. ചുമ്മാ കുറേ തീയും പോയും കുറേ എല്ലും തൂക്കിയിട്ട് അവന്മാർ വീക്കിങ്സ് എന്ന് പറഞ്ഞ് കിടന്ന് കീറി വിളി ചെയ്യണം പടത്തിൽ മൊത്തം. പടം ഒരു മൈരും ആർക്കും ഒന്നും പിടിയിട്ടില്ല. പക്ഷേ അസാസിൻ ക്രീഡ് വാൽഹാല കളിച്ചവർക്ക് ഇത് ആദ്യമേ പിടികിട്ടി ഇതെന്തരാണെന്നുള്ളത്. അപ്പോൾ ഈ വലിയ വലിയ താരങ്ങളെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഇമാതിരി വർധനവ് കൂടി വരികയാണെന്നാണ് എണ്ണത്തിൽ ഇപ്പോൾ പറയണത്. പണി അറിയാമെങ്കിൽ നിർത്തിയിട്ട് പോകണം, ഇല്ലെങ്കിൽ പുതിയ കഴിവുള്ള പയ്യന്മാരെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ നോക്കണം. അവരുടെ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ മലയാള സിനിമ പറയണവർക്ക് മനെ ഇതൊരു ചെറിയ ഇൻഡസ്ട്രി അല്ലേ, എവിടെ ഇങ്ങനത്തെ പടങ്ങളൊന്നും പറ്റില്ല, മനെ ഇതൊക്കെ വേണ്ട, നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റിൽ എന്തെങ്കിലും പടങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്നാൽ ലാസ്റ്റ് വീട്ടിൽ ഇരിക്കേണ്ടി വരേ ഉള്ളൂ. ഈ വലിയ വലിയ നടന്മാർക്ക് പുതിയ ആൾക്കാർ ഓരോന്ന് ചിന്തിച്ച് വരുന്ന അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക. അവരെ കൊണ്ട് അവരെ കഴിവ് തെളിയിപ്പിക്കാനായിട്ട് നിങ്ങളൊരു ചാൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെ 4 സൂപ്പർ സ്റ്റാർ അഭിനയിച്ച പടങ്ങൾ അടപടലം പൊട്ടി വാരിയതുപോലെ നിങ്ങളും പൊട്ടിയതുപോലെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. സോ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു. എല്ലാവർക്കും വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഡിംബു സ്റ്റോക്സ്.